നാവിക ദിനാഘോഷത്തോടനുബന്ധിച്ച് ദക്ഷിണ നാവികസേന തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൽ നാവികാഭ്യാസ പ്രകടനങ്ങൾ നടത്തും. ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് അഡ്മിറൽ ദിനേശ് ത്രിപാഠിയുടെ നേതൃത്വത്തിലായിരിക്കും നാവിക ദിനാഘോഷ ചടങ്ങുകൾ നടക്കുക. എല്ലാ വർഷവും കൊച്ചിയിൽ നടത്താറുള്ള നാവികാഭ്യാസ പ്രകടനങ്ങളാണ് ഇത്തവണ തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൽ നടത്തുന്നതെന്ന് INS വെണ്ടുരുത്തി കമാൻഡിംഗ് ഓഫീസർ കമ്മഡോർ VZ ജോബ് പറഞ്ഞു. ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് അഡ്മിറൽ ദിനേശ് ത്രിപാഠിയുടെ നേതൃത്വത്തിലായിരിക്കും നാവിക ദിനാഘോഷ ചടങ്ങുകൾ നടക്കുക. പ്രധാന നാവികാസ്ഥാനങ്ങൾക്ക് പുറമെ മറ്റു സ്ഥലങ്ങളിലും പരിപാടികൾ നടത്തുക എന്ന നാവികസേനാ പദ്ധതിയുടെ ഭാഗമായാണ് ഇത്തവണ നാവിക ദിനാഘോഷം തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നത്. To commemorate this historic day, the Indian Navy will demonstrate its combat power and capability through an operational demonstration on Navy Day at Shankhumugam Beach, Thiruvananthapuram on 4th December 2025. The event will be hosted by Admiral Dinesh K. Tripathi, the Chief of the Naval Staff. This is in continuation of the Navy's efforts to organize events at various locations other than the major naval stations. Previously, it was held at Puri in Odisha and Sindhudurg in Maharashtra. It is indeed a proud privilege for the Southern Naval Command and the state of Kerala to conduct the event in the capital city of Thiruvananthapuram. നാവിക വാരാഘോഷത്തിന്റെ ഭാഗമായി നവംബർ 8-ന് ഭിന്നശേഷി കുട്ടികൾക്കും മുതിർന്ന പൗരന്മാർക്കും നാവികാസ്ഥാനം സന്ദർശിക്കാം. 10-11 തീയതികളിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് INS ഗരുഡയും നാവിക കപ്പലുകളും സന്ദർശിക്കാൻ അവസരമുണ്ടാകും. ആധുനിക ആയുധങ്ങൾ, യുദ്ധോപകരണങ്ങൾ, വിമാന മോഡലുകൾ എന്നിവയും ഇതോടനുബന്ധിച്ച് പ്രദർശിപ്പിക്കും. This mega event will provide a unique opportunity to the citizens to witness various facets of Indian Navy's multi-domain operations. The operational demonstration will showcase the Indian Navy's indigenous efforts towards Atmanirbhar Bharat and capabilities that position it as the preferred security partner in the Indian Ocean region. ഡിസംബർ 21-ന് നേവി മാരത്തോൺ കൊച്ചിയിലാണ് നടക്കുക. എക്സിക്യൂട്ടീവ് ഓഫീസർ ക്യാപ്റ്റൻ രവി S. നായർ, ഡിഫൻസ് PRO അതുൽ പിള്ള എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജനം, കൊച്ചി.